ജില്ലാ പ്ലാനിംഗ് ഓഫീസറുടെ മുൻപിൽ സർക്കാർ അതിനകത്ത് ഇടപെടണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി അടിവരയിട്ടതിന്റെ അധ്യക്ഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാകേഷ്, കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, കോൺഗ്രസിന്റെ രോഗികളുള്ള വീട്ടിലെ പ്രായമായ അച്ഛനെയും അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ കലിക്കോട് രാകേഷ് വിധിച്ച പ്രതികൾക്ക് കൂലി കൊടുക്കുവാൻ ഉദ്ഘാടക കുമാരി ദിവ്യ ഹരിദാസ് എം പി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കുടിവെള്ള മാലിന്യം പള്ളിക്കുന്നിലെ 10-30 വീടുകളിൽ ദുരിതം വിതറിയിട്ട് ചോർച്ചകൾ അവസാനിച്ചെന്ന് പറയുകയും കുടിവെള്ള ക്ഷാമത്തിൽ മാലിന്യം നിറഞ്ഞ കിണറുകളിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാമെന്നും അതുവരെ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് ടാപ്പിലൂടെ ശുദ്ധജലം എത്തിക്കാമെന്നും ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ മന്ത്രിയുമായ പിണറായി വിജയന് വിവിധ കേസുകളിൽ ക്രിമിനൽ പ്രതികളായിക്കൊണ്ട് ഡീസൽ ടാങ്കുകളും പെട്രോൾ ടാങ്കുകളും പരിശോധിക്കുകയും ഒരാഴ്ച വളരെ നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ അമ്മമാർ 30-ലധികം വരുന്ന വീടുകളിലേക്ക് ശുദ്ധമായിരിക്കുന്ന കുടിവെള്ളം കുടിക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്നത് ജയിൽ അധികൃതരെയും ഈ പമ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ നേതൃത്വം കൊടുത്ത് ഈ നടപ്പിലാക്കിയ സമയം മുതൽ അവർ ആവശ്യപ്പെടുകയാണ്. അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലേക്ക് ഇത്തരം ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കരുത്, അതിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഇത് തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് ഈ പ്രദേശത്തുള്ള അമ്മമാര് വീടും കുടുംബവും കെട്ടിപ്പടുക്കുന്നതിന് കൂലിപ്പണിക്ക് പോകുന്ന സാധാരണക്കാരായിരിക്കുന്ന വീട്ടമ്മമാർ ആവശ്യപ്പെടുക. സർക്കാർ അത് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നുള്ളതും സർക്കാരിന് സാധാരണക്കാരനോടുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതൽ ജയിൽ പുള്ളികളോടുള്ള സ്നേഹമാണ് നിറഞ്ഞൊഴുകുന്നത് എന്ന് ബോധ്യപ്പെടുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, ഈ പ്രദേശത്തെ അമ്മമാർ ടെക്സ്റ്റൈൽ ഷോപ്പിലും ഫ്ളാറ്റുകളിലും മറ്റു വീട്ടുപണിക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുമൊക്കെ പോയി കുടുംബം നോക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന അമ്മമാരാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത്. ആ അമ്മമാരുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരിനോടും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ പ്രദേശവാസികൾ ആവശ്യപ്പെട്ട പ്രകാരം ഈ പമ്പുമായി ബന്ധപ്പെട്ട് ഡീസലും പെട്രോളും ഉൾപ്പെടെ കുടിവെള്ളത്തിലേക്ക് കലരുന്നതിന്റെ അത്
ഇതിന്റെ സോഴ്സ് പഴുത് അടച്ച് അത് പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ അമ്മമാർ ഈ പമ്പിന് മുൻപിൽ സമരത്തിലേക്ക് ഇരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകരുത് എന്ന് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്.